നമ്മൾ ഏറ്റവും കാത്തിരുന്ന നിമിഷം അതാ വന്നിരിക്കുന്നു. നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സംയുക്ത വാർഷികം 2024-25 ലാസ്റ്റ് ഡ്രാമ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഇടവക സമൂഹം മുഴുവൻ ഒട്ടുമിക്ക കാണുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാം. ലൊരേറ്റോ ദേവാലയം സ്നേഹസമൂഹങ്ങളുടെയും സ്നേഹനിലയം മതബോധന കേന്ദ്രത്തിൻ്റെയും സംയുക്ത വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലൊരേറ്റോ ഇടവകയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാടകം സ്നേഹക്കൂട്. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മുഴക്കങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചതിൻ്റെ നേർസാക്ഷ്യമെന്നോണം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ നാടകത്തിൻ്റെ രചന മുതൽ ഓരോ ഘട്ടത്തിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഇതിന് ചുക്കാൻ പിടിക്കുകയും നാടകത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏറെ ആഗ്രഹിക്കുകയും ചെയ്ത പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് സ്നേഹം നിറഞ്ഞ നന്ദി. ഈ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ: നാടകരചന സംവിധാനം ആന്റണി ലിബിൻ, സഹസംവിധാനം ലെസ്ലി ഒലിവേരോ, ശബ്ദമിശ്രണം ഫാരൻ ബിവേര, കലാസംവിധാനം ബെൻസൺ റോഡ്രിക്സ്, പശ്ചാത്തല സംഗീതം നെവൽ ട്രിമല്ലോ. അരങ്ങിൽ കുഞ്ഞോൾ സിൻഡ ഡി ഗബ്രാൾ, സാജു രാജേഷ് കെ എസ്, ആൻസി ദീപ്തി ബിനു, മോളിച്ചേച്ചി ഷീല തോമസ്, പാഞ്ചിച്ചേട്ടൻ ജാക്സൺ സി ജെ, വറീദേട്ടൻ ബെൻസൺ റോഡ്രിക്സ്, അച്ഛൻ സഞ്ജയ് ജോർജ്, ലിസി സിംറ്റി സുമേഷ്, മേരി റോസ്മി റോഡ്രിക്സ്, ജിയ ഇസബെല്ല, സ്നേഹ അനീറ്റ സുമേഷ്, ഡോക്ടർ മെർവിൻ ഒലിവേരോ, നേഴ്സ് ഡയാന മേരി ടിക്കോത്തോ, ടീച്ചർ ജോഷ്മി എം എ, റിപ്പോർട്ടർ സിസി അഖില, ക്യാമറമാൻ ലെസ്ലി ഒലിവേരോ, ആങ്കർ ഏഞ്ചലിൻ ഡിസിൽവ, ബിഷപ്പ് സേവിയർ പി ജെ, മിനിസ്റ്റർ നിൽട്ടൺ ട്രിമല്ലോ, വോയിസ് ഓവർ അരുൺ ക്ലീറ്റസ്. അടുത്ത ഒരു ബില്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. സ്നേഹക്കൂട്. അനങ്ങിപ്പോകരുത്. എൻ്റെ യദോലോക സാമ്രാജ്യത്തിൽ കയറി തേങ്ങ മോഷിച്ച മിസ്റ്റർ വറീദ്, ഞാൻ താങ്കളെ വെടിവെച്ച് കൊല്ലാൻ പോകുന്നു. തനിക്ക് എന്താണ് പറയാനുള്ളത്? ഈ തേങ്ങ താഴിടാനുള്ള ഒരു അനുവാദം തരണം. എന്നെ മണ്ടനാക്കാമെന്ന് കരുതിയോ? താങ്കൾക്ക് എന്നെ തേങ്ങ കൊണ്ട് എറിയാറല്ലേ? അല്ല, ഞാനൊന്ന് ഞെട്ടിയപ്പോഴേ എൻ്റെ മുണ്ടിൻ്റെ പിടി ഒന്ന് വിട്ടിട്ടുണ്ട്. അതൊന്ന് ഉടുക്കാനാ. എൻ്റെ മാപ്പിളെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് ഞാനാണ് പാഞ്ചി. തേങ്ങ കൊണ്ടാണ് ഒരു എറി വെച്ച് തന്നാലില്ല, മനുഷ്യന്റെ എല്ലാ ജീവൻ പോയി. ഇത് ഞാൻ ഇതുവരെ പുള്ളകളി മാറിയിട്ടില്ല. വറീദേട്ടനും ഇപ്പൊ അതുപോലെ ആയോ? എന്റെ മോളി, ഏത് മനുഷ്യനും ഒരു പറ്റൊക്കെ പറ്റൂലേ? മിസ്റ്റർ വറീദ്, ഇത് എന്റെ മോളിയാണ്. ആയിക്കോട്ടെ. തൻ്റെ മോളി ഈ കോളത്തിൽ നടക്കണ്ടിട്ട് മോളിക്കൊന്നും പറയാൻ തോന്നുന്നില്ലേ? ഞാൻ എന്തു പറയാനാണ്?
നമ്മുടെ ഇടവക ദിനത്തിൻ്റെ അന്ന് നമ്മളൊരു നാടകം കളിച്ചില്ലേ, അതിലെ വില്ലൻ വേഷമാണ്. ഇന്നലെ കുഞ്ഞോള് പറഞ്ഞു ഉത്രേ, അപ്പായി അതിൽ കാണാൻ നല്ല ഭംഗിയാണെന്ന്. അപ്പോ തുടങ്ങിയതാ ഈ ഡ്രസ്സിലെ കസർത്ത്. ഓ, അന്നത്തെ കുഞ്ഞുങ്ങളുടെ പാട്ട് എന്ത് രസമായിരുന്നു. പക്ഷേ നമ്മുടെ നാടകമായിരുന്ന തകർപ്പൻ ഇല്ലടാ പാഞ്ചി. ഞാനും മോളിക്കുട്ടിയുമായിരുന്നല്ലോ അതിലെ നായകനും നായികയും. അതെ, ഞാൻ വില്ലനും. ഓർമ്മയുണ്ടോ അതിലെ ആ പാട്ടുരംഗം? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. Stop it! നിങ്ങളിപ്പോ വന്നില്ലായിരുന്നേ, ഈ മനുഷ്യൻ എന്നെ വെടിവെച്ച് കൊന്നേനെ. എന്നെയും. ഓ, എന്നെ പറയതേട്ടാ, ഇപ്പൊ പള്ളിയിൽ നിന്ന് കുർബാനയും കഴിഞ്ഞ് പോകുന്നതല്ലേ ഉള്ളു, അപ്പൊ തന്നെ വേണ ഈ നാടകം. ഈ ഓർമ്മകളല്ലേടൂ ഞങ്ങളെപ്പോലെ പാവങ്ങൾക്കുള്ളത്. ചെറുപ്പത്തിലെ തിരക്കിനിടയിൽ ഒന്നും സാധിച്ചില്ല. ഇപ്പോഴെങ്കിലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ. അയ്യോ പറയതേട്ടാ, ഞാനങ്ങനെ ഒന്നും ആലോചിച്ച് പറഞ്ഞതല്ല. എനിക്കറിയാം. എന്നാലും ഇന്ന് ആലോചിക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞ കുറേ ഇഷ്ടങ്ങളുടെ ബാക്കി ശേഷിപ്പ് പോലെ ഒന്നും ഓർക്കാതെ ജീവിക്കുമ്പോൾ കിട്ടിയ മണിമുത്തുകളാടോ ഇപ്പോൾ കിട്ടിയ അവസരങ്ങൾ. അത് ഞങ്ങൾ അങ്ങ് അടിച്ചു പൊളിച്ചു. അത് പിന്നെ പറയണോ, തകർത്തില്ലേ. എങ്കിൽ നാടകം ഒന്നേന്ന് തുടങ്ങിക്കോളൂ. ഇത് ഞാനും അൻഷിയും കാണികൾ. വേണേൽ കുഞ്ഞോളെ വിളിക്കാം. അമ്മച്ചി, കുഞ്ഞോളെ എണ്ണീറ്റോ? അവൾ നല്ല ഉറക്കാടാ, അവളവിടെ കിടക്കട്ടെ. എന്താണ് പറയുതേട്ടാ, ഡയറി മിൽക്ക് നായികയ്ക്ക് കൊണ്ടുവന്നതാണോ? ഒന്ന് പോയടാ സാജുമോനെ, ഇതെന്റെ കുഞ്ഞുമോൾ കൊണ്ടുവന്നതാണ്. ഇന്നല്ലേ മോളുടെ +2 റിസൾട്ട്. ഫുൾ A+നുള്ള ഈ വറീതേട്ടന്റെ സമ്മാനം. അതിന് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതിനി അനൗൺസ് ചെയ്താലും അത് തന്നെ വരും. ഞാൻ ലഡു വാങ്ങാൻ പോവുക. മിസ്റ്റർ വറീദ്, താങ്കളും എൻ്റെ കൂടെ പോരുന്നുണ്ടോ? എന്നാ പിന്നെ ജോയുടെ കടയിൽ നിന്ന് ഒരു ചായയും കൂടി ആകാം. മോനെ, അച്ഛനെ കണ്ടായിരുന്നോ? ആ അമ്മച്ചി, കുർബാനയും കഴിഞ്ഞ് അച്ഛനെയും കണ്ടിട്ടാ വന്നത്. അച്ഛൻ വരുമോ? കുഞ്ഞോൾ പറഞ്ഞ അച്ഛൻ വരാതിരിക്കോ? കുറച്ചുപേർ അവിടെ അച്ഛനെ കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ വിട്ടേച്ച് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത്. എന്നാ നീ അകത്തേക്ക് ചെല്ല്. ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് ആൻസിയോട് പറഞ്ഞേക്ക്. അയ്യോ പാവം, ഈ പ്രായത്തിലും മോളി ചേച്ചി തന്നെയാ ഇവിടുത്തെ പണിയെല്ലാം എടുക്കുന്നേ. ഷോ, മോളി ചേച്ചിയുടെ ഒരു അവസ്ഥയെ. എൻ്റെ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പം? അല്ല, ഇന്ന് മോളി ചേച്ചിയെ പള്ളിയിൽ കണ്ടില്ലെന്ന് പറയുകയായിരുന്നു. ഇന്ന് സാജു ആൻസിയോ പള്ളിയിൽ പോയേ. കുഞ്ഞോൾ എന്തേ എഴുന്നേറ്റില്ലേ? അവൾ എപ്പോഴും എഴുന്നേറ്റു, ഇപ്പോൾ കാപ്പി പിടിക്കുക. എന്നാ പിന്നെ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അയ്യോ, അത് വേണ്ട. അവൾ ആരെങ്കിലും കണ്ട പിന്നെ ഉള്ള കഴിക്കലും നിർത്തും. നമുക്കിവിടെ വർത്താനം പറഞ്ഞ് നിൽക്കാന്നേ. എങ്കി പിന്നെ ആൻസിയോടൊന്ന് പറഞ്ഞിട്ട് പോവാലേ? എന്തിന്? അവളോടൊക്കെ ആരെങ്കിലും വർത്താനം പറയൂ? നിങ്ങൾ പോവാൻ നോക്ക്. അയ്യോ, അത്രയ്ക്ക് പ്രശ്നമാണോ? പ്രശ്നമാണോന്നോ? ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കില്ലേ. ഞാൻ അവളുടെ ഭാഗത്തേക്കേ പോവാറില്ല. അല്ല, പള്ളിയിൽ നിന്ന് എല്ലാവരും പോയതിന് ശേഷമല്ലേ പോകുന്നത്? നല്ല ക്ഷീണം കാണുമല്ലോ. അതെന്താ മോളി ചേച്ചി അങ്ങനെ പറഞ്ഞത്? അവിടെയുള്ള എല്ലാവരുടെയും വിഷമം അറിഞ്ഞിട്ടാണല്ലോ
ഇവിടുത്തെ വിഷമം അറിയാൻ ഇങ്ങ് പോകുന്നത്? ഒന്ന് പോ മോളി ചേച്ചി, ഞങ്ങൾ പോവുക. ഓ, അപ്പൊ ശരി. ഓ, ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. എന്തു പറ്റി? നമ്മുടെ ലിസി മേരിയോട് വന്നിട്ടുണ്ടായിരുന്നേ. അവരെ പറഞ്ഞു വിടാൻ വേണ്ടി അമ്മച്ചി പറഞ്ഞത് കേട്ടാൽ തോന്നും ഞങ്ങൾ രണ്ടും തമ്മിൽ എന്നും ഭയങ്കര വഴക്കാണെന്ന്. എന്തായാലും അവർക്ക് സന്തോഷിക്കാൻ ഒരു കാര്യമായി. ആ ഇണക്കുരുവികൾ കാരണം നമ്മുടെ നാട്ടിലെ എത്ര കുടുംബങ്ങളാണെന്നോ അടിച്ചു പിരിഞ്ഞിരിക്കുന്നത്. അവരെ അമ്മച്ചി കുഞ്ഞോടടുത്തേക്ക് വിടുന്നുണ്ടോ? അതെ, ഞാനൊന്ന് വർക്ക് സൈറ്റിൽ പോയി നോക്കി വെച്ച് പെട്ടെന്ന് വരാം. അച്ഛനെത്തുമ്പോൾ എന്തായാലും ഒരു 9 മണിയൊക്കെ ആകും. റിസൾട്ട് ഇന്ന് എപ്പോഴാണ് അറിയാൻ പറ്റുക? സാധാരണ ഉച്ചയ്ക്ക് 3 മണിക്കാണ് മന്ത്രിയുടെ പത്രസമ്മേളനം. ഇത്തവണ അത് രാവിലെ 10 മണിക്കാണ്. അത് കഴിഞ്ഞ് പോർട്ടലിൽ കാണാൻ പറ്റൂ. നിനക്ക് ടെൻഷനുണ്ടോ? എൻ്റെ ടെൻഷൻ എന്തെന്ന് സാജുവേട്ടന് അറിയില്ലേ? ഇന്ന് റിസൾട്ടായിട്ട് രണ്ടുപേരും രാവിലെ എത്തിയോ? ആന്റി, ഇന്ന് ഞങ്ങളുടെ ദിവസമല്ലേ. രാവിലെ പള്ളിയിൽ പോയി, പിന്നെ സ്നേഹഭവനിലും പോയി. അവിടുത്തെ ക്ലീനിങ്ങിനെ സഹായിച്ചിട്ടാ വന്നത്. കുഞ്ഞോളാ ആദ്യമായിട്ട് ഞങ്ങളെ അവിടെ കൊണ്ടുപോയത്. ഇന്നും അടുത്ത കുട്ടികള് കുഞ്ഞോളിനെ കാണണമെന്ന് വാശി പിടിച്ചു. അടുത്ത തവണ കുഞ്ഞോളെയും കൂട്ടി വരാൻ തീർത്ത് പറഞ്ഞിട്ടാ വിട്ടത്. കുഞ്ഞോൾ എഴുന്നേൽക്കുന്നതേ ഉള്ളൂ, മക്കൾ അകത്തേക്ക് ചെല്ല്. ആന്റി, ദേ കുഞ്ഞോള്, വേഗം വാ. എന്റെ മോളെ, എന്താ എന്റെ കുഞ്ഞിന് പറ്റിയേ? ഒന്നുമില്ലമ്മ, കൊച്ചൊന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ വീണു പോയതാ. എന്തിനാ കുഞ്ഞോളെ ഈ പണി ചെയ്തേ? ഒന്ന് വിളിച്ച പോരായിരുന്നോ? ഒന്നുമില്ല എന്റെ മോളിക്കുട്ടി, എനിക്കൊന്നും പറ്റിയില്ല. മോള് പോയി കിടന്നു. അച്ഛൻ വരുമ്പോ വിളിച്ചാ പോരെ? എന്റെ അമ്മച്ചി, ഈശോ ഇവിടേക്ക് കയറി വരുമ്പോൾ നമ്മൾ കാത്തു നിൽക്കണ്ടേ? കുർബാന സ്വീകരിച്ചിട്ട് ഞാൻ റൂമിൽ പോയിക്കോളാം. നമ്മുടെ ഹോളിൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ചില കാര്യത്തിനായി കൈക്കാരന്മാർ വന്നിരുന്നു. അതാ താമസിച്ചത്. സാജുവും പാഞ്ചിച്ചേട്ടനും എന്തിയെ? സാജു വർക്ക് സൈറ്റിൽ പോയിട്ട് അച്ഛൻ വരുന്നതിന് മുൻപ് എത്താമെന്ന് പറഞ്ഞു പോയതാ. പിന്നെ കുഞ്ഞോളുടെ റിസൾട്ട് ഇന്നല്ലേ? ഇപ്പോൾ മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം തുടങ്ങി കാണണമല്ലോ. അമ്മച്ചി, ആൻസി, അച്ഛാ, ദേ മിനിസ്റ്റർ പത്രസമ്മേളനത്തിൽ നമ്മുടെ കുഞ്ഞോളെ കുറിച്ച് പറയുന്നു. കഴിഞ്ഞ തവണത്തെ വിജയശതമാനം 78.69 ആയിരുന്നെങ്കിൽ ഇത്തവണത്തെ അത് 83 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 39,242 ആണെങ്കിൽ ഇത്തവണ അത് 42,132 എന്നതിലേക്ക് വർദ്ധിച്ചു എന്നത് കേരള വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വളർച്ചയായി കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷം പങ്കുവയ്ക്കാനുള്ളത്, നമ്മുടെ ഇടയിൽ ഒരു കൊച്ചുമിടുക്കി കൊച്ചിയിൽ നിന്നുള്ള സാൻസി സാജു രക്താർബുദത്തെ ധീരമായി നേരിട്ട് ആശുപത്രി കിടക്കയിൽ നിന്നും പരീക്ഷ എഴുതി ഫുൾ A+ വിജയിച്ചിരിക്കുന്നു. ആ കുടുംബത്തോടും കുഞ്ഞിനോടുമൊപ്പം ഈ സർക്കാർ ഉണ്ടാകുമെന്ന് സാധിക്കുന്ന എല്ലാ സഹായവും ഏതൊരമ്മയും സന്തോഷം കൊണ്ട് മതിമറക്കുന്ന ഈ നിമിഷത്തിൽ പൊട്ടിക്കരയാനല്ലോ കർത്താവേ നീ ഞങ്ങൾക്ക് വിധിച്ചത്. ആൻസി, കണ്ണു തുടക്ക്. എത്ര ചങ്കുപൊട്ടി തകർന്നാലും ഈ വീട്ടിൽ ആരും കരയാൻ പാടില്ല. നമ്മുടെ മുഖത്തെ ചെറിയൊരു മാറ്റം കൊണ്ട് പോലും എൻ്റെ കുഞ്ഞോളുടെ മനസ്സൊന്ന് വിങ്ങിയാൽ
അവളുടെ കണ്ണീര് കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളുടെ അമ്മയാണ് അമ്മച്ചി. എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കും? പിടിച്ചു നിൽക്കണം മോളെ. ദൈവം ഈ ഭൂമിയിലേക്കൊരു മാലാഖയെ അയച്ചപ്പോൾ അവൾക്ക് കാവലാവാൻ ദൈവം തിരഞ്ഞെടുത്തത് നമ്മളെയാ. അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അച്ചോ? മോള് ചേച്ചി പറഞ്ഞതാണ് ശരി. കുഞ്ഞോള് വേദനക്കിടയിലും ചിരിക്കുന്നത് നിങ്ങളെല്ലാവർക്കും വേണ്ടിയാണ്. നിങ്ങളോ കുഞ്ഞോൾക്കും വേണ്ടി. ഈ കള്ളനും പോലീസും കളി അങ്ങനെ തന്നെ തുടരട്ടെ. വാ മോളെ, അകത്തേക്ക് ചെല്ലാം. കുഞ്ഞോളുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടാവും. അച്ഛന് ഊഹിക്കാൻ പോലും കഴിയുമെന്ന് അറിയില്ല ഞങ്ങളുടെ ഈ വേദന. അപ്പച്ചന് ഈ വിഡ്ഢിവേഷം കിട്ടുന്നതും ഞാനിങ്ങനെ പൊട്ടിച്ചിരിച്ച് നടക്കുന്നതുമെല്ലാം ഞങ്ങളുടെ ഈ കുഞ്ഞോൾക്ക് വേണ്ടിയാ. എന്തിനാ അച്ചോ കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത്? ദൈവത്തിൻ്റെ പദ്ധതികൾ എല്ലാം മുൻകൂട്ടി കാണാൻ ആർക്കാണ് കഴിയുക? എനിക്കുറപ്പുണ്ട്, ഒരത്ഭുതം അവൾക്കായി കാത്തിരിപ്പുണ്ട്. ഇല്ലച്ചു, ഇനിയൊരു അത്ഭുതവും എൻ്റെ മോളുടെ ജീവിതത്തിലില്ല. ഞാൻ മക്സൈറ്റിലാണെന്നും പറഞ്ഞു പോയത് കഴിഞ്ഞ ദിവസം ചെയ്ത ആ ബയോപ്സിയുടെ റിപ്പോർട്ട് അറിയാനാണ്. ഇനി എൻ്റെ കുഞ്ഞോൾക്ക് വിധിച്ചിട്ടുള്ളത് വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളച്ചോ. ഇനി പാലുവേറ്റീവ് കയറിയെന്ന് ഡോക്ടർ ഇങ്ങോട്ട് വരാമെന്ന്. വേദനയില്ലാതെ ഞങ്ങളുടെ പൊന്നുമോളുടെ അവസാന യാത്രയെ സഹായിക്കാൻ. മോനെ സാജു. അപ്പച്ച എനിക്ക് താങ്ങാൻ പറ്റില്ല അപ്പച്ച. ഇനിയും അവള് സുഖമാവും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന എൻ്റെ ആൻസിയോടും നമ്മുടെ അമ്മച്ചിയോടും ഞാൻ എങ്ങനെയാണ് പറയണ അപ്പച്ച? നമ്മുടെ കുഞ്ഞോള് അവളുടെ അന്ത്യയാത്രക്കുള്ള ഒരുക്കത്തിലാണെന്ന്. മോനെ, എന്താണ് അപ്പനും മോനും കൂടി ഒരു കെട്ടിപ്പിടുത്തം? കുഞ്ഞോളെ, എന്റെ മോൾക്ക് ഫുൾ A+ ആണെന്ന് ദേ കണ്ടില്ലേ? നിന്റെ ജോസ് പ്രകാശ് ലഡുവായി വന്നിരിക്കുന്നത്. ശരിക്കും ഇത്ര പെട്ടെന്ന് റിസൾട്ട് വന്നോ? അത് പിന്നെ അതൊക്കെ പപ്പ ആദ്യമേ ചോർത്തില്ലേടാ. കുഞ്ഞോളെ, കൺഗ്രാജുലേഷൻസ്. ദൈവം മോളെ ഇനിയും അനുഗ്രഹിക്കട്ടെ, ഇതിലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കട്ടെ. എല്ലാത്തിനും ദൈവത്തിന് സ്തുതി. എൻ്റെ ഈശോയെ എന്നും എനിക്ക് കൊണ്ട് നൽകിയതിന് അച്ഛന് ബിഗ് താങ്ക് യു. എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു. എൻ്റെ കുഞ്ഞോളുടെ കൂടെ എന്നും ഈശോ ഉണ്ടാകും. ഞാനിപ്പോൾ പോയിട്ട് നല്ലൊരു സമ്മാനമായിട്ട് വരാം. അച്ഛൻ എന്നും എനിക്ക് നൽകുന്ന എൻ്റെ ഈശോയേക്കാൾ വലിയ വേറെ എന്ത് സമ്മാനമാണ് എനിക്ക് വേണ്ടത്? സാജു ചേട്ടാ, അപ്പച്ച, കുഞ്ഞോള് ദൈവത്തിൻ്റെ മോളാ. അവൾ ഒരു അത്ഭുതമാകും, എനിക്കുറപ്പുണ്ട്. ഞാൻ പോയിട്ട് വരാം മോളെ. പപ്പ, അപ്പോ ജിയയ്ക്കും സ്നേഹയ്ക്കും കൂടി A+ ഉണ്ടോന്ന് നോക്കാമോ? അയ്യോ, അത് പപ്പ പെട്ടെന്ന് ഓർത്തില്ലടാ ചക്കരെ. അത് നമുക്ക് ഇപ്പൊ ശരിയാക്കാം. പപ്പ ചോദിച്ചിട്ട് പറയാട്ടാ. അത് കുഴപ്പമില്ലെങ്കിലേ, കുഞ്ഞോൾക്ക് ഫുൾ A+ കിട്ടിയല്ലോ. കുഞ്ഞോളെ, ഞങ്ങൾക്ക് വലിയ ഹാപ്പിയായി മുത്തേ. എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നോട്ട് എഴുതി എന്നെ പഠിപ്പിച്ച മൈ ഡിയേഴ്സ്, എനിക്ക് ഷുവറാണ് നിങ്ങൾക്കും ഫുൾ A+ ഉണ്ടാകും. എൻ്റെ തമ്പുരാനെ, നന്ദി, ഒരുപാട് നന്ദി. എടാ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. വേഗം ചെല്ല്, വരുമ്പോൾ ആ സന്തോഷ വാർത്തയായിട്ട് വേണം വരാൻ. വേഗം വരാൻ എൻ്റെ ചക്കരെ. അമ്മച്ചി, ആൻസി, ഒന്ന് വേഗം പുറത്തേക്ക് വാ. നമ്മുടെ കുഞ്ഞോൾക്ക് ഫുൾ A+. ഇതാണ് സാൻസി സാജു. ഞങ്ങൾക്കെല്ലാവർക്കും കുഞ്ഞോളാണ് കേട്ടോ. കൺഗ്രാറ്റ്സ് മൈ ഡിയർ. സാജു, ഇവർ മലയാള മനോരമയിൽ നിന്നാണ്. ഇവർക്ക് കുഞ്ഞോളോട് സംസാരിക്കണമെന്ന്. ടീച്ചറെ, അത്
ലൊറേറ്റോയുടെ സ്വന്തം കുഞ്ഞോൾ ആശുപത്രി കിടക്കയിൽ നിന്നും വന്ന് പരീക്ഷ എഴുതി ഫുൾ A+ വാങ്ങിയ കൊച്ചുമിടുക്കി. കുഞ്ഞോൾക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കുഞ്ഞോൾ, സന്തോഷം തോന്നുന്നുണ്ടോ? വലിയ സന്തോഷം. എല്ലാത്തിനും ആദ്യം എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. പിന്നെ എൻ്റെ പപ്പ, മമ്മി, അമ്മച്ചി, ജോസ് പ്രകാശ്, അയ്യോ അല്ല, എൻ്റെ അപ്പാപ്പൻ, പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, ഡോക്ടർ, പിന്നെ എൻ്റെ കൂട്ടുകാർ, സ്പെഷ്യലി എൻ്റെ GM സ്നേഹയും. ഇവരുടെ എല്ലാവരുടെയും സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് സാധിച്ചത്. കുഞ്ഞോളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. കുഞ്ഞോൾ നല്ലപോലെ പാടുമെന്ന് സോഫി ടീച്ചർ പറഞ്ഞു. ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഞാൻ ശ്രമിക്കാം. കഴിഞ്ഞ നോമ്പിന് ഞാൻ കുറേയധികം കേട്ടൊരു പാട്ടുണ്ട്, അത് പാടട്ടെ? കുഞ്ഞോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ലേ, അത് തന്നെ പാടിക്കോളൂ. നിൻ കുരിശിനാൽ മുഖം പൊത്തി കരയുവാനിഷ്ടം, നിൻ മുറിവിൽ നിന്നൊഴുകും നിണത്താലെന്നെ കഴുകുവാനിഷ്ടം, ചേർത്തു പിടിക്കും നിൻ കരങ്ങൾ മുത്തുവാനിഷ്ടം, കുരിശിലായ ഭയം തേടാൻ എന്നുമെന്നിഷ്ടം. ആഹാ സുന്ദരം ഈ ജീവിതം ക്രൂശിതനോടൊപ്പം, ആഹാ സുന്ദരം ഈ ജീവിതം. മമ്മി, എന്റെ തമ്പുരാനെ, എന്റെ കൊച്ചിനെ കാക്കണേ, നീ വേണേ ഞങ്ങളെ അങ്ങെടുത്തോ, എന്റെ കൊച്ചിന്റെ ജീവൻ തിരിച്ചു തരണേ. മോളി, നമ്മുടെ കുഞ്ഞോള് മോളി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാഴ്ചയിലേക്കുള്ള മെഡിസിൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഡോക്ടറെ, എൻ്റെ കുഞ്ഞോളെ ഓരോ തവണ വന്ന് കാണുമ്പോഴും ഞാനും ആഗ്രഹിക്കുന്നത് ഒരു മിറക്കിൾ നിങ്ങളെ അറിയിക്കാനാണ്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസ് എന്നോട് പറയുന്നത് നിങ്ങളോട് ഏത് നിമിഷവും ആ അനിവാര്യമായ സമയത്തിനൊരുങ്ങാനാണ്. ഇനിയുള്ള ദിവസങ്ങൾ അവളുടെ വേദനകൾക്ക് സാധിക്കുന്ന രീതിയിൽ ശമനം നൽകാൻ മാത്രമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സാജു, ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞോൾക്ക് ഈ വേദനയിൽ എങ്ങനെ ചിരിക്കാൻ കഴിയുന്നെന്ന്. അതെനിക്കറിയാം ഡോക്ടർ, അത് ഈ വീട്ടിലെ ഓരോരുത്തർക്കും അറിയാം. അതൊരു കള്ളനും പോലീസും കളിയാണ് ഡോക്ടറെ. കുഞ്ഞോൾ വേദനിക്കാതിരിക്കാൻ ഞങ്ങൾ ചിരിക്കുന്നു, ഞങ്ങൾ തളർന്നു പോകാതിരിക്കാൻ അവളും. എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് എൻ്റെ പൊന്നുമോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞാലോ എന്ന്. മോനെ സാജു, നീ തകർന്നു പോകലേടാ. ഈ വീട് എനിക്കൊരനുഭവമാണ്. നിങ്ങളുടെ കുഞ്ഞോളും അല്ല, നമ്മുടെ കുഞ്ഞോളും. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റാൻ, ഒരു അത്ഭുതത്തിനായിട്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മോൾക്ക് ഇവിടുത്തെ അച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് ഈശോയെ സ്വീകരിക്കണമെന്ന്. ഞാൻ നാളെ അച്ഛനോട് പറയാം. സാജു, അവളുടെ ആഗ്രഹങ്ങളെല്ലാം അന്ന് തന്നെ നടത്തണമോ? അല്ലെങ്കിൽ ചിലപ്പോൾ. ഡോക്ടർ, മോനെ സാജു, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ തന്നെ പോയി അച്ഛനെ വിളിച്ചുകൊണ്ടുവരാം. പോട്ടെ. ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലടോ, 2 ആഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. ഇനി എത്ര നാൾ സാജു എന്നോട് ഈ നുണ പറയും? ആൻസി, എനിക്കിനി വയ്യ സാജു. എന്റെ കുഞ്ഞോൾ വേദന കടിച്ചമർത്തി ഇങ്ങനെ ചിരിച്ചു കാണിച്ച് ഉള്ളിൽ വേദന കൊണ്ട് പിടയുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
അവൾ പോകട്ടെ സാജു, അവൾ പോയിക്കോട്ടെ. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ല, ഞാൻ വിട്ടുകൊടുക്കില്ലടോ. അച്ഛാ, ഞാനൊന്ന് അവളെ ഒരുക്കിയിട്ട് വിളിക്കാം. കുഞ്ഞോൾക്ക് പുറത്തേക്ക് വന്ന് കുർബാന സ്വീകരിക്കണമെന്ന്. കുഞ്ഞോള് വന്നോട്ടെ. മോൾക്ക് എഴുന്നേക്കാൻ പറ്റുമോ? ആൻസി, ഞാനും വരാം. അച്ഛാ, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഒന്ന് പാടി ആരാധിച്ചോട്ടെ. ശരിയാവില്ല, എന്നാലും അവസാനമായി, അല്ല വെറുതെ ഒരാശ. കുഞ്ഞോള് പാടിക്കോ. കുഞ്ഞോള് എങ്ങനെ പാടിയാലും ഈശോയ്ക്ക് ഇഷ്ടാവല്ലോ. നിൻ കുരിശിനോ മുഖം പൊത്തി കരയുവാനിഷ്ടം, നിൻ മുറിവിൽ നിന്നൊഴുകും നിണത്താൽ എന്നെ കഴുകുവാനിഷ്ടം, ചേർത്തു പിടിക്കും നിൻ കരങ്ങളെ മുത്തുവാനിഷ്ടം, കുരിശിലോ ലഭയം തേടാൻ എന്നുമെന്നിഷ്ടം. സുന്ദരം ഈ ജീവിതം ക്രൂശിതനോടൊപ്പം. സുന്ദരം ഈ ജീവിതം ഉദ്ദിതനോടൊപ്പം. സുന്ദരം ഈ ജീവിതം ക്രൂശിതനോടൊപ്പം. കുഞ്ഞോളിനെ ഓർക്കുമ്പോഴെല്ലാം ആ സ്നേഹം നിറഞ്ഞ വീടും അതിലെ ഓരോരുത്തരും എൻ്റെ കൺമുന്നിലേക്ക് വരും. ഒരുപാട് ദുഃഖങ്ങൾക്കിടയിലും മത്സരിച്ച് സ്നേഹിക്കുന്ന കുഞ്ഞോളിന് വേണ്ടി ഹൃദയം പൊട്ടിക്കരയുമ്പോഴും പുറമേ കാണിക്കാതെ അവർ സ്നേഹം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് ആ വീടിനെ സ്നേഹക്കൂടായി നിലനിർത്തിയപ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങൾക്കിടയിലും ഒരറിയപ്പെടുന്ന ഡോക്ടറായിട്ട് കൂടി എൻ്റെ കുടുംബത്തിൽ ആ സന്തോഷം കണ്ടെത്താൻ സാധിക്കാതിരുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ജീവിതത്തിലെ ദുഃഖങ്ങളല്ല, അതിനോടുള്ള നമ്മളുടെ പ്രതികരണമാണ് നമ്മുടെ കുടുംബങ്ങളെ സ്വർഗവും നരകവുമാക്കുന്നത്. അതെന്നെ പഠിപ്പിച്ചത് ആ സ്നേഹക്കൂടാണ്. അവർ ആ സ്നേഹം കണ്ടെത്തിയതോ മറ്റൊരു സ്നേഹക്കൂട്ടിൽ. ഡോക്ടർ എന്ന നിലയിൽ ഇനി ഒരു ദിവസം പോലും കുഞ്ഞോൾക്കില്ല എന്ന് ഉറപ്പായ ദിവസമാണ് അച്ഛനെ വിളിക്കാൻ ഞാൻ സാജുവിനോട് പറഞ്ഞത്. പക്ഷേ
കുഞ്ഞോൾ അവളേറെ സ്നേഹിച്ച അവളുടെ ഈശോയെ സ്വീകരിച്ചപ്പോൾ ഈശോ നമുക്കായി ജീവിക്കുന്ന ഒരു അത്ഭുതമായി നമ്മുടെ കുഞ്ഞോളിനെ തിരിച്ചു നൽകി. സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന പൊന്നുതമ്പുരാന് 1000 നന്ദി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാനും കാത്തിരിക്കുകയായിരുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതത്തിൻ്റെ ആഘോഷത്തിൽ പങ്കുചേരാൻ, നമ്മുടെ കുഞ്ഞോളിനെ മിടുക്കിക്കുട്ടിയായി വീണ്ടും കാണാൻ. നന്ദി, നന്ദി. ഇന്നീ ദിവസം നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായ നിമിഷമാണ്. ലോകം മുഴുവൻ ഈശോയുടെ അനുഗ്രഹം തിരിച്ചറിഞ്ഞ ദിവ്യകാരുണ്യ അത്ഭുതം നമ്മുടെ കൺമുൻപിൽ കണ്ടതിൻ്റെ പ്രാർത്ഥന അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞോളിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം കുഞ്ഞോളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞോളിൻ്റെ പ്രിയ ഗാനം പാടുവാൻ നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കുഞ്ഞോളിനെയും ഒപ്പം അവളുടെ പ്രിയപ്പെട്ടവരെയും. ക്രൂശിതനോടൊപ്പം ആഹാ സുന്ദരം ഈ ജീവിതം ഉദ്ധിതനോടൊപ്പം ആഹാ സുന്ദരം ഈ ജീവിതം ക്രൂശിതനോടൊപ്പം ആഹാ സുന്ദരം ഈ ജീവിതം ഉദ്ധിതനോടൊപ്പം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പരസ്പരം പഴിക്കാതെ, വേദനിപ്പിക്കാതെ, പരസ്പരം ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ പുഞ്ചിരിയോടെ നേരിടുവാൻ നമുക്ക് ദൈവം നൽകിയ സ്നേഹക്കൂട്ടിലേക്ക്, ഈശോ വാഴുന്ന സക്രാരിയിലേക്ക് കണ്ണുകൾ ഉയർത്താം. അവനോടൊപ്പം ചേർന്ന് നിന്ന് ജീവിതത്തിൽ അത്ഭുതങ്ങൾ തീർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സംയുക്ത വാർഷിക നമ്മുടെ സേനയിലെ നടപടി പ്രവർത്തനവും BCC സംയുക്ത വാർഷികയോട് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ആസ്വദിച്ച് വിശ്വസിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാൻ നമ്മുടെ ഈ ഡ്രാമ ടീമിന്. നിങ്ങൾ ആസ്വദിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കൈയടി അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രചോദനമാണ് അവരുടെ ഹാർഡ് വർക്കും ദിവസങ്ങൾക്കായിട്ട്.